ഷിജ, ഗുഡ് മോർണിംഗ്. തെക്കൻ കേരളം എന്ന് പറയുന്നത് ഏവർക്കും അറിയാം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. പ്രധാനമായും ഇടതുകോട്ട എന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ വികസനം മുൻനിർത്തി പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വളരെ സമ്പൂർണ്ണമായ മേൽക്കൈ നേടിക്കൊണ്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ അത് തച്ചുടയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അതെല്ലാം പാളിപ്പോകുന്ന UDF മുന്നണിയെ നമ്മൾ കാണുന്നു. ഈ ഒരു BJPയുടെ A ക്ലാസ് മത്സരങ്ങൾ നടക്കുന്നു എന്ന് അവർ തന്നെ പറയുന്ന മത്സരങ്ങളും മണ്ഡലങ്ങളും തെക്കൻ കേരളത്തിലാണ്. അങ്ങനെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് നിയമസഭ ഈ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളം എന്ന് പറയുന്നത്. അതിൽ തന്നെ തിരുവനന്തപുരം വാദപ്രതിവാദങ്ങൾക്കും സംവാദങ്ങൾക്കും ഒന്നും യാതൊരുവിധ കുറവുമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നോക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് തെക്കൻ കേരളത്തിനെ ഇന്ന് പ്രത്യേകമായും അടയാളപ്പെടുത്തുവാൻ സാധിക്കുന്നത്? ഗുഡ് മോർണിംഗ് സിന്ധൂരി. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം അത് ആവേശം ഇരട്ടിയാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഇപ്പോൾ മാത്രമാണ് നമുക്ക് ഇങ്ങനെ നിന്നൊന്ന് സംസാരിക്കാൻ സാധിക്കുക. കുറച്ച് കഴിയുമ്പോൾ ചൂടിൻ്റെ ആഘാതം കൂടി കൂടുന്നുണ്ട്. അപ്പോൾ ആ ചൂടിൻ്റെ ആഘാതം അതിനെയും അതിജീവിക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് ചൂടാണ് നമുക്ക് സംസ്ഥാനത്തൊട്ടാകെ തന്നെ കാണാൻ സാധിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് തെക്കൻ കേരളത്തിൻ്റെയും ഒരു രീതി എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പ്രധാനമായും നേരത്തെ സിന്ധൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തലസ്ഥാനം ആര് വാഴുന്നുവോ ആര് വിജയിക്കുന്നുവോ അവരായിരിക്കും ഈ സംസ്ഥാനം തന്നെ ഭരിക്കുക എന്നുള്ള രീതിയിൽ ഒരു കണക്കുകൂട്ടൽ കുറച്ചു കാലങ്ങളായി തന്നെ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം നമുക്കറിയാം തിരുവനന്തപുരത്ത് 14-ൽ 13 മണ്ഡലങ്ങളിലും LDF വിജയക്കൊടി പാറിച്ചാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടെ LDFിൻ്റെ ഭരണം ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തെക്കൻ കേരളത്തിൽ ഇത്തവണയും അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്താകട്ടെ, കൊല്ലത്താകട്ടെ, പത്തനംതിട്ടയിലാകട്ടെ എല്ലായിടങ്ങളിലും വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. BJPയും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങൾ തെക്കൻ കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കൊല്ലത്തും അടക്കമുണ്ട് എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. ഇന്നത്തെ പ്രചാരണത്തിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്ത് പ്രകാശ് കാരാട്ടിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കൊല്ലം ജില്ലയിലേക്ക് കടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് നിന്നല്ല, പൊതുവെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ 7 മണി കഴിയുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥികളുടെ വാഹന പ്രചരണമാണ് നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കേന്ദ്രങ്ങളിലും വലിയ രീതിയിൽ പ്രായഭേദമന്യെയാണ് സ്ഥാനാർത്ഥികളെ ജനങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും പങ്കുവയ്ക്കുന്ന ഒരു ആത്മവിശ്വാസം. അതിൽ അവർ എടുത്തു പറയുന്നത് ഇടത് സ്ഥാനാർത്ഥികളുടെ വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് സർക്കാർ കഴിഞ്ഞ 10 വർഷങ്ങളിലായി ചെയ്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അതിൽ ഊന്നി തന്നെയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അതിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും മികച്ച സ്വീകാര്യത തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇടത് ക്യാമ്പ് പറയുന്നത്. അതേ ആത്മവിശ്വാസം നിലനിർത്തിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതേസമയം UDFിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ പറയാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ അവർ ഉപയോഗിച്ചിട്ടില്ല. അത് അവർക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ളൊരു വിലയിരുത്തൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ആ ഒരു പ്രചരണത്തിലേക്ക് അവർ കടന്നിട്ടില്ല. അതിന് പകരമാണ് വോട്ടിൻ്റെ ഡീൽ വിഷയമൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ അത് അവർക്ക് തന്നെ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം എത്തുന്നൊരു ഘട്ടത്തിൽ ഇനി എന്ത് വിഷയം ഉയർത്തും എന്നുള്ളൊരു ആശങ്ക അത് UDFിലുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. NDA ക്യാമ്പ് ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിലേക്ക് എത്തിക്കുക, അതാണ് NDAയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് പറയുന്നത്. ആ രീതിയിൽ കൊണ്ടുവരാനുള്ളൊരു നീക്കമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ അവർ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ കണക്കുകൾ സഹിതം നിരത്തിയാണ് ഇത് ദിനം പ്രതി LDF തന്നെ പൊളിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതോടൊപ്പം തന്നെ തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ UDFും പോരാടുമ്പോൾ പലയിടങ്ങളിലും മത്സരം കൂടുതൽ കടുക്കുന്നൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. സിന്ധൂരി.